ദുരന്തർ ആദിത്യധർ സംവിധാനം ചെയ്ത സിനിമ. ആദിത്യധർ എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉറി എന്ന് പറയുന്ന അടിപൊളി സിനിമ, ആ സിനിമ ഡയറക്റ്റ് ചെയ്ത സംവിധാനമാണ്. ഞാൻ ഇന്നലെയാണ് സിനിമ കാണുന്നത്. സത്യം പറഞ്ഞാൽ ഹിന്ദി പടത്തിനോട് വലിയ താല്പര്യം ഇല്ലാതായി. ഒന്നാമത് നല്ല ഹിന്ദി പടങ്ങൾ ഉണ്ടെങ്കിൽ കാണത്തുള്ളൂ, തമിഴ് പടം കാണുന്ന പോലൊന്നും അത്യാവശ്യം നല്ല ഹിന്ദി പടങ്ങൾ ഉണ്ടെങ്കിൽ കാണത്തുള്ളൂ. ഈ ഹിന്ദിയിൽ 2-3 വർഷമായിട്ട് എല്ലാം വളരെ ശോകമായ സിനിമകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. വെബ് സീരീസൊക്കെ വലിയ കുഴപ്പമില്ല, പക്ഷേ ഹിന്ദി സിനിമ അടപടലം വല്ലാതെ ഇരിക്കുന്ന സമയത്താണ് ഈ സിനിമ ദുരന്തർ എന്ന് പറയുന്ന സിനിമ കാണാത്തവരുണ്ടെങ്കിൽ, കണ്ടവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും, കാണാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കണ്ടിരിക്കണം. 3.5 മണിക്കൂറുണ്ട് സിനിമ, പക്ഷേ അതിഗംഭീര സിനിമ. അതിഗംഭീര സിനിമ എന്ന് പറഞ്ഞാൽ അതിഗംഭീര സിനിമ. നമുക്ക് 3.5 മണിക്കൂർ പോകുന്ന അറിയത്തേ ഇല്ല. മാത്രമല്ല എല്ലാവരും പെർഫോമൻസ് വൈസ് ഗംഭീരമാക്കിയ സിനിമ. സിനിമാറ്റോഗ്രഫി ടെക്നിക്കലെല്ലാം അടിപൊളിയാണ്. സിനിമാറ്റോഗ്രഫി ആണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ ആണെങ്കിലും അടിപൊളിയായിട്ടുണ്ട്. അതുപോലെ രൺവീർ സിംഗ് കിണ്ണനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അക്ഷയ് ഖന്ന, എൻ്റെ മോനെ, ഈ അക്ഷയ് ഖന്ന ഒരു വല്ലാത്ത ആർട്ടിസ്റ്റാണ് കേട്ടോ. ഈ സിനിമ കണ്ടവർക്കറിയാം, അക്ഷയ് ഖന്ന ഒരു രക്ഷയില്ലാത്ത പ്രകടനമാണ്, ഒരു അസാധ്യ പ്രകടനം അക്ഷയ് ഖന്ന. പിന്നെ സഞ്ജയ് ദത്തുണ്ട്, നമ്മുടെ മാധവനാണ്, കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്, എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആൻമരിയ കലിപ്പിന ആണ് എന്ന സിനിമ, നമ്മുടെ ദുൽഖർ സണ്ണി വേണു അഭിനയിച്ച സിനിമയിലെ ഒരു ബാലതാരമായിട്ട് വന്ന കുട്ടിയാണ് ഇതിനകത്തെ ഹീറോയിൻ, നായികയായിട്ട് വന്നേക്കുന്നത്. സാറ അർജുൻ നല്ല നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്തെ പാട്ടുകളും റൊമാൻസും ഒക്കെ അടിപൊളിയായിട്ടുണ്ട് രൺവീർ സിംഗ് ആയിട്ടുള്ളത്. എന്തായാലും നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ സിനിമ തിയേറ്ററിൽ തന്നെ കാണുവാണെങ്കിൽ അടിപൊളിയാണ്. ഈ തിയേറ്ററിൽ കണ്ടില്ലെങ്കിൽ പോലും നിങ്ങൾ OTT വരുമ്പം ഉറപ്പായിട്ടും കണ്ടിരിക്കേണ്ട സിനിമയാണ് ദുരന്തർ. മസ്റ്റ് വാച്ച്.